ബിസിനസ് കൂട്ടാനുള്ള ഒരു വഴിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അഥവാ പഴയ കസ്റ്റമേഴ്സിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം അതാണിന്ന് സംസാരിക്കുന്നത്. ഇത് ബിസിനസ് ഓണേഴ്സിനും അതേപോലെ തന്നെ സെയിൽസ് ചെയ്യുന്ന ആളുകൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ദുബായിൽ ഒരു കമ്പനി സെയിൽസ് ട്രെയിനിങ് നടത്തി. അപ്പോൾ ആ കമ്പനിയുടെ 11 ബ്രാഞ്ചുകളിൽ നിന്നുള്ള സെയിൽസ് കൈകാര്യം ചെയ്യുന്ന ആളുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കമ്പനിയുടെ ഡയറക്ടേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം തന്നെ ബിസിനസ് കൂട്ടാൻ വേണ്ട 4 സ്റ്റെപ്പുകൾ, 4 തരത്തിൽ നമുക്ക് ബിസിനസ് കൂട്ടാം, അതിനെക്കുറിച്ചായിരുന്നു ആദ്യത്തെ സംസാരം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പഴയ കസ്റ്റമേഴ്സിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. കാരണം ഒരു പുതിയ കസ്റ്റമറെ നമ്മൾ കണ്ടെത്തണം, അവനുമായി ബന്ധം സ്ഥാപിക്കണം, അവനോട് കാര്യങ്ങൾ സംസാരിക്കണം, അവന് നമുക്ക് വിൽക്കാൻ പറ്റിയ ആളാണോ എന്ന് ക്വാളിഫൈ ചെയ്യണം, എന്നിട്ട് അവനോട് സംസാരിക്കണം, അവന് പ്രസൻറ്റേഷൻ വേണമെങ്കിൽ അത് കൊടുക്കണം, നമ്മുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തണം. അപ്പോൾ അവൻ പല ന്യായങ്ങളും പറയും, ആ ന്യായങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കണം, എന്നിട്ട് അവൻ വാങ്ങണം. എത്ര പണിയുണ്ട് ഒരു പുതിയ സെയിൽസ് കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ട് എത്രയാണ്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ 10% പോലും എഫേർട്ട് വേണ്ട പഴയ കസ്റ്റമേഴ്സിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഡിസ്കഷൻ വെച്ചു, എന്തുകൊണ്ട് നമുക്ക് പഴയ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെട്ടു, അവരെ ബിസിനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതായിരുന്നു കാതലായൊരു ചർച്ച. അപ്പോൾ ഇതിൽ 3 സ്റ്റെപ്പാണ് നമുക്ക് പഴയ കസ്റ്റമേഴ്സിനെ തിരിച്ചു കൊണ്ടുവരാനുള്ളത്. അപ്പോൾ ഒന്നാമത്തേത്, അവർ എന്തുകൊണ്ടാണ് അവർ പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കടയിലേക്ക് വന്ന് എല്ലാ പ്രാവശ്യവും സാധനം വാങ്ങുന്ന, കൃത്യമായി വന്ന് വലിയ ഓർഡറുകൾ എടുത്ത് സാധനം വാങ്ങി പോകുന്ന ആളുകളാണ്. അവരെന്തുകൊണ്ട് വരവ് നിർത്തി? അപ്പോൾ നമ്മൾ ആ റീസൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ദ റീസൺ. അവരെന്താണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങാത്തത് എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അത് കണ്ടെത്താനുള്ള ഒരു വഴി, ഒന്ന് നമുക്ക് നമ്മുടെ എംപ്ലോയീസിനോട് ചോദിക്കാം, അല്ല നമുക്ക് ഇത്രയും കസ്റ്റമർ, ഇപ്പോൾ പുതിയ കസ്റ്റമറാണ്, നമുക്ക് ജനുവരിയിൽ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സൊന്നും ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുന്നില്ല, എന്താണ് അതിൻ്റെ കാരണം? അപ്പം അവരോട് നല്ല രീതിയിൽ ഇരുന്ന് നമ്മൾ ആ ഒരു ബ്രെയിൻ സ്റ്റോമിങ് ചെയ്ത് അവരോട് കൂടെ ഇരുന്ന് സംസാരിക്കുമ്പം അവരതിൻ്റെ കാരണങ്ങൾ പലതും പറയും. അപ്പോൾ അവർ പറയും, പ്രൈസ് ഒരു കാരണമാണ്, നമ്മുടെ പ്രൈസ് ഇന്ന ആൾ നമ്മളിൽ നിന്ന് വാങ്ങിയിരുന്നു, അപ്പോൾ അദ്ദേഹം വാങ്ങിയത് അതേ സാധനത്തിൻ്റെ പ്രൈസ് മറ്റ് കടകളിൽ പ്രൈസ് കുറവാണ്, അതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോയി. അപ്പം ചില എംപ്ലോയീസ് പറഞ്ഞു, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ആളുകൾ പോയി. അപ്പം ഇങ്ങനെ എംപ്ലോയീസിനോട് നമ്മൾ ചോദിക്കുക എന്തുകൊണ്ട് അവർ പോയി. അപ്പം നമുക്ക് കുറേ കാരണങ്ങൾ കിട്ടും. ഇപ്പം നമ്മൾ ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പല കോണ്ടാക്റ്റും ഉണ്ടാവും. നമ്മുടെ കെയർ ഓഫിൽ പണ്ട് സാധനം വാങ്ങിയ കുറേ ആളുകളുണ്ട്, അവരെ നമുക്ക് വിളിക്കാം, അല്ല എന്ത് പറ്റി ഇപ്പം നമ്മളെ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നില്ലല്ലോ. അപ്പം പറയും, നിൻ്റെ കടയിൽ നിന്ന് എങ്ങനെ വാങ്ങാനാ, അവിടെ ഒരുത്തനുണ്ടായിരുന്നു, അവൻ്റെ സ്വഭാവം തീരെ ശരിയില്ല. ഒരാൾ പറഞ്ഞു, സംഭവമൊക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റ് എല്ലാം ഉഷാറാണ്, നമ്മൾ ഹാപ്പിയാണ്, പക്ഷേ കൃത്യസമയത്ത് സാധനം നമുക്ക് കിട്ടുന്നില്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സാധനം കിട്ടുന്നില്ല. ചില ആളുകൾ പറഞ്ഞു, അവിടെ സംഭവം ഓക്കെയാണ്, പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ ഒരു ഉത്തരവാദിത്വ ബോധം നിൻ്റെ സ്റ്റാഫിനില്ല. അപ്പോൾ നമുക്കൊരു റീസൺ കിട്ടി. ഇങ്ങനെ എന്തുകൊണ്ട് ഈ കസ്റ്റമർ പോയി എന്നുള്ള റീസൺ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഒരു കസ്റ്റമർ പറഞ്ഞത്, നമ്മളവിടെ നിന്നാണ് വാങ്ങുന്നത്, പക്ഷേ അവിടെ ഉള്ള ഒരുത്തന് അവന് ഭാഷ അറിയില്ല. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് ഹിന്ദി അറിയുള്ളൂ. അപ്പോൾ അവന് വന്നിട്ട് ഇവന് വേണ്ട സാധനങ്ങൾ ചോദിക്കുമ്പോൾ അവന് മനസ്സിലാകുന്നില്ല. കുറേയൊക്കെ ഇവൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ അവസാനം അവന് അപ്പുറത്തെ ഒരു കടയിൽ നല്ലൊരു ഹിന്ദിക്കാരനെ കിട്ടിയപ്പോൾ അവൻ അങ്ങോട്ട് പോയി. അപ്പം ഇതാണ്, ഇങ്ങനെ നമ്മൾ നമ്മുടെ റീസൺ കണ്ടെത്തണം. നമ്മളിൽ നിന്ന് വാങ്ങിയ സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമേഴ്സ് എന്തുകൊണ്ട് നമ്മെ വിട്ടുപോയി. അപ്പോൾ അതിനൊക്കെ കാരണമുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഈ കാരണം നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഈ പ്രശ്നം ഉണ്ടായാൽ പോരല്ലോ, ഈ പ്രശ്നം പരിഹരിക്കണം. അപ്പം ആ ഒരു പർട്ടിക്കുലർ സ്റ്റോറിൽ ആ ഏരിയയിൽ കൂടുതൽ ഹിന്ദി അറിയുന്ന ആളുകളാണ്. അപ്പം അവിടെ ഹിന്ദി എക്സ്പേർട്ടായ ഒരാളെ ആയിരിക്കണം നമ്മൾ ഇടേണ്ടത് എന്ന് മനസ്സിലായി. കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ സെയിൽസ് സ്റ്റാഫിന് നല്ല ട്രെയിനിങ് കൊടുക്കണം. അപ്പം അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കാണണം.
അവർ ഈ എംപ്ലോയി നമ്മുടെ സെയിൽസ് ചെയ്യുന്ന ആൾ ഹാപ്പി ആയിരിക്കണം, അവന് മാന്യമായ ശമ്പളം കൊടുക്കണം, അവന് വിൽക്കുന്നതിന് അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് അവരുണ്ടാവണം. അപ്പം അങ്ങനെ അത് അഡ്രസ്സ് ചെയ്യുന്നു. നമ്മുടെ ചില പ്രൊഡക്റ്റുകൾ വളരെ ഉഷാറാണ്, എന്നാൽ ക്വാളിറ്റി കുറവുള്ള ചില പ്രൊഡക്റ്റുകളുണ്ട്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ ഓർഡർ നമ്മൾ നിർത്തി, അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ക്വാളിറ്റി ഉള്ളത് നമ്മൾ ഓർഡർ കൊടുക്കാൻ തുടങ്ങി. നമ്മുടെ ചില ഐറ്റംസിന് പ്രൈസ് ഉണ്ട്, പക്ഷേ ആ പ്രൈസ് അപ്പുറത്തെ കടയിൽ പ്രൈസ് കുറവാണ്. അപ്പോൾ ആ പ്രൈസ് കുറച്ചാലും നമുക്ക് സെയിൽസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൈസ് കുറക്കാം. അപ്പം നമുക്കൊരു കസ്റ്റമർ സർവീസ് ഇല്ല. അപ്പോൾ കസ്റ്റമർ സർവീസിന് വേണ്ടി മാത്രം നമുക്കൊരാളെ അപ്പോയിൻറ്റ് ചെയ്യാം. കാരണം 11 ഷോപ്പുകളുണ്ട്. ഈ 11 ഷോപ്പുകളിലേക്കും നമുക്ക് നല്ല ഒരു ടീമിനെ ഹയർ ചെയ്യാം. അവർ മേക്ക് ഷുവർ ചെയ്യണം നമ്മുടെ ക്ലയൻസ് എല്ലാം ഹാപ്പിയാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിന് സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പം നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, അത് കഴിഞ്ഞ് നമ്മളത് ഫിക്സ് ചെയ്തു, നമ്മുടെ ഇഷ്യൂ എന്താണ്, അതിനൊരു പരിഹാരം കണ്ടു. ഇനി മൂന്നാമത്തത്, നമ്മൾ അവർക്ക് ഒരു നല്ല തിരിച്ചു വരവിനുള്ള അവസരം കൊടുക്കണം. ഓഫർ എ നൈസ് വെൽക്കം. ഓഫർ എ നൈസ് വെൽക്കം ഓപ്ഷൻസ്. അഥവാ നമ്മൾ അവരെ വിളിച്ചിട്ട് നമ്മൾ അവരോട് പറയണം, നമ്മുടെ കമ്പനി നമുക്ക് ഇന്ന ഇന്ന ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു, ആ ഇഷ്യൂസുകളൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പരിഹരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇന്ന ഇന്ന പ്രൊഡക്റ്റുകളാണുള്ളത്, ഇന്ന പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ മാറ്റി, ഇന്നതിൻ്റെയൊക്കെ പ്രൈസുകൾ നമ്മൾ റിവ്യൂ ചെയ്തു, നമ്മളെല്ലാം നല്ല എഫിഷ്യൻറ്റ് സ്റ്റാഫിനെയാണ് വെച്ചിരിക്കുന്നത്, നമുക്ക് നല്ലൊരു കസ്റ്റമർ സർവീസ് ഉണ്ട്, നിങ്ങളെ ഡെലിവറി എല്ലാം ട്രാക്ക് ചെയ്യാനുള്ള ആപ്പ് നമുക്കുണ്ട്, അതിനുള്ള സംവിധാനം നമുക്കുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ ഒന്നുകൂടെ മീറ്റ് ചെയ്ത് ഇവർക്ക് നിങ്ങൾക്കായിട്ട് ഇനി നമ്മളൊരു സ്പെഷ്യൽ ഓഫർ വെക്കുന്നുണ്ട്, നിങ്ങൾക്കുള്ള പ്രൈസ് ഇനി ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്താൽ നല്ല ഒരു ശതമാനം കസ്റ്റമേഴ്സും തിരിച്ചു വരും. നല്ലൊരു കസ്റ്റമേഴ്സും തിരിച്ചു വരും. അപ്പോൾ നമ്മളൊക്കെ പറയും നമ്മുടെ ടീം നമ്മൾ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പുതിയ ഒരു മാനേജർ എടുത്തിട്ടുണ്ട്, അദ്ദേഹം ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, അദ്ദേഹം ഇന്ന വലിയ പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വലിയ പ്രൊജക്റ്റുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളെ ഒന്നുകൂടെ കൺസിഡർ ചെയ്യണം. നമ്മളിപ്പോൾ പഴയ പോലെയുള്ള നമുക്ക് എല്ലാത്തിനും നമുക്ക് ടീമുണ്ട്, എല്ലാ സപ്പോർട്ടും നമുക്ക് ഫുൾ ടീമാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ് ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ നേരത്തെ ചെയ്തതിനേക്കാൾ എത്രയോ ഇരട്ടി നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ട്, അപ്പുറം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്ക് അന്ന് നിങ്ങൾക്ക് പല സർവീസും തരാൻ പറ്റിയില്ല, നമുക്ക് നമ്മുടെ ഭാഗത്ത് ഇന്ന വീഴ്ചകളുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഞങ്ങൾ വെൽ എക്വിപ്ഡാണ്, ഞങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും റിസോഴ്സുകളും നമുക്കുണ്ട്, അതുകൊണ്ട് നമുക്കൊരവസരം കൂടെ തരണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് വരും. ഒരു പുതിയ കസ്റ്റമേഴ്സിനെ തേടിപ്പോയി ക്ലോസ് ചെയ്യുന്നതിൻ്റെ 10% എഫേർട്ടേ നമുക്ക് നിലവിലുള്ള പഴയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. പഴയ കസ്റ്റമേഴ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ, ഒന്ന്, അവരെന്തുകൊണ്ട് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങൽ നിർത്തി, എന്തുകൊണ്ട് അവർ നമ്മളെ വിട്ടുപോയി എന്നതിൻ്റെ റീസൺ നമ്മൾ കാണണം. അത് നമ്മൾ എംപ്ലോയീസിനോട് ചോദിക്കാം, അവരെ തന്നെ വിളിച്ച് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ചില സർവീസ് ഓറിയൻറ്റഡ് ആണെങ്കിൽ നമ്മുടെ റിവ്യൂസ് നോക്കിയാൽ തന്നെ മനസ്സിലാകും അൺഹാപ്പി കസ്റ്റമേഴ്സ് എന്താണ്, വാട്ട് ഈസ് ദെയർ റീസൺ എന്ന് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, ആ റീസൺ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. വി നീഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. വി നീഡ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ നമ്മൾ റീസൺ ഐഡൻറ്റിഫൈ ചെയ്തു, സൊല്യൂഷൻ കണ്ടെത്തി, എന്നിട്ട് ഓഫർ എ നൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ അവരെ നമ്മൾ വിളിക്കുന്നു, എന്നിട്ട് പറയുന്നു വി ഹാഡ് ദിസ് മച്ച് റീസൺ ടു ഫൈൻഡ് ഔട്ട്, നമ്മളിതൊക്കെ ചെയ്യേണ്ടിയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പം നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ പറയണം നമ്മൾ ഇന്ന പോരായ്മകൾ നമുക്കുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഇന്ന രൂപത്തിൽ പരിഹരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഒരു സ്പെഷ്യൽ പാക്കേജാണ് നൽകുന്നത്, നിങ്ങൾക്ക് ഇത്തരം നല്ലൊരു പ്രൈസിൽ നല്ല എഫിഷ്യൻ്റായ സർവീസ് ചെയ്യാൻ ഞങ്ങൾ കമ്മിറ്റഡാണ്, അതുകൊണ്ട് നമുക്ക് അവസരം തരണം എന്ന് നമുക്ക് അവരോട് പറയാം. ഇത് ഈ ബിസിനസ്സിനെ കൂടുതൽ ഉയർച്ചയിലേക്ക് നയിക്കാൻ ഇത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. പഴയ കസ്റ്റമേഴ്സിനെ തിരിച്ചു കൊണ്ടുവരണം. പഴയ കസ്റ്റമേഴ്സാണ് നമ്മുടെ അസറ്റ്. അത് തിരിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ ബിസിനസ് ഒരു 25 to 30% മിനിമം നമുക്കൊരു 1 ഇയർ കൊണ്ട് സെയിൽ കൂട്ടാൻ പറ്റുന്ന ഒരു വലിയ ഓപ്ഷനാണിത്. വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.